എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ ജനിച്ചത് പകൽ 12 മണിക്കും രാത്രി 12 മണിക്കും ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനന സമയവും നമ്മുടെ സ്വഭാവവും ഒക്കെയാണ് ഇന്നത്തെ ഇവിടെ പറയണത്. പകൽ 12 മണിക്കും അർദ്ധരാത്രി 12 മണിക്കും ഇടയിൽ വ്യത്യസ്ത സമയങ്ങളിൽ ജനിച്ചാലുള്ള ആളുകളുടെ കാര്യങ്ങളും സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. നമ്മുടെ ജനന സമയത്ത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ സ്ഥാനം ഒരാളുടെ വ്യക്തിത്വത്തിൽ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തുമെന്നാണ് ജ്യോതിശാസ്ത്രപ്രകാരമായിട്ടുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വഭാവവും ജീവിത ഫലങ്ങളും ജനന സമയം വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. പകൽ 12 മണിക്കും അർദ്ധരാത്രി 12 മണിക്കൊക്കെ ഇടയിൽ വ്യത്യസ്ത സമയങ്ങളിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പകൽ സമയം 12നും 2നും ഇടയിൽ ജനിച്ചവരെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയണത്. ശരിക്കും അവരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റായിട്ട് നല്ല പ്ലാനിങ് ഉള്ളവരായിരിക്കും. അത്തരത്തിൽ പദ്ധതി ഇടുന്ന കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും ഫ്ലോപ്പായി പോകാതിരിക്കാനൊക്കെ ഇവർ പരമാവധി ശ്രമിക്കും. കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇവർക്കൊക്കെ ഏറെ ഇഷ്ടമാണെങ്കിലും സ്വന്തം അറിവ് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാനൊക്കെയാണ് ഇവർ താല്പര്യം കൂടുതൽ. മറ്റുള്ളവർക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കാൻ ഒരു പ്രത്യേക ഒരു കഴിവും ഒക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മുന്നിൽ മാത്രമാണ് നല്ല ക്ഷമയോടുകൂടി തന്നെ ഇവർ പെരുമാറുകയുള്ളൂ. ഇനി അടുത്തത് ഉച്ചയ്ക്ക് 2നും 4നും ഇടയിൽ ജനിച്ചവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ജന്മന ഭാഗ്യമുള്ളവരാണ് ഇവരെന്ന് പറയുന്നത്. പോകുന്നിടത്തൊക്കെ ഉള്ള ഒരു പോസിറ്റിവിറ്റി ഇവർക്കൊക്കെ നിറയ്ക്കാനായിട്ട് ഇവർ പോണ സ്ഥലത്തൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഓറ ഉണ്ടാവുമെന്ന് അറിയില്ല, ആ ഒരു സംഭവമായിരിക്കും. ഏത് റിസ്ക് ഏറ്റെടുക്കാൻ മടിക്കാത്തൊരു ഇവർക്ക് നല്ലൊരു പ്രതിഫലം മാത്രമേ ഇവർക്ക് ലഭിക്കാറുള്ളൂ. അശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ഇവർക്ക് മുന്നിൽ വന്നു പെടാറില്ല. എല്ലാം നല്ല എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റിവിറ്റിയൊക്കെ ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് വൈകുന്നേരം 4നും 6നും ഇടയിൽ ജനിച്ചവരെ പറ്റിയിട്ടാണ് അവർ പറയണത്. അവരെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും മനം മടുക്കാതെ തന്നെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ളവരാണ് ഈ ഒരു സമയത്ത് ജനിച്ചവർ. ദയാവായ്പും മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധയൊക്കെ ഇവരുടെ ഒരു മുഖമുദ്രയാണ്. മികച്ച ജീവിത പങ്കാളി ആവാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതാണ്. ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന തരക്കാർ കൂടിയാണ് ഇവർ. ഇവർക്ക് ഏറ്റവും യോജിച്ച വ്യക്തിയെ തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതിപ്പോൾ ജീവിതത്തിലായാലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും ഒക്കെ നല്ലൊരു യോജിച്ച ഒരു വ്യക്തിയെ തന്നെ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് വൈകിട്ട് 6നും രാത്രി 8നും ഇടയിൽ ജനിച്ചവരെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഒരു മറുപേരായിരിക്കും ഇവർ. എന്നാൽ പലപ്പോഴും വിശ്രമമില്ലാത്ത കഠിന പരിശ്രമങ്ങളിലൊക്കെ ഏർപ്പെടാനും ഇവർ ശ്രമിക്കാറുണ്ട്. ഇവരുടെ ആത്മാർത്ഥമായ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുകയും കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വിശാല മനസ്ഥിതിയും ഇവരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ 2 ഗുണങ്ങളും ഒത്തുചേർന്നത് കൊണ്ട് ജീവിതത്തിൽ നല്ല പോലെ ഉയരത്തിലെത്താനൊക്കെ ഇവർക്ക് നല്ല പോലെ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് രാത്രി 8നും 10നും ഇടയിൽ ജനിച്ചവരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും നേടുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഇവർ. ഉദാഹരണത്തിന് തനിക്ക് സ്വന്തമായിട്ടുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം മറ്റൊരാൾക്ക് അതിലെന്തെങ്കിലുമൊക്കെ നൽകുമ്പോഴൊക്കെ ഇവർ ആസ്വദിക്കുന്നതാണ്. മറ്റുള്ളവർ വിഷമത്തോടെയൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ഇവർക്കൊരിക്കലും സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിഷമം അനുഭവിക്കുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് സ്വന്തം സമയം നീക്കി വയ്ക്കാനൊക്കെ ഇവർക്കൊരു മടിയില്ല. ഈ സ്വഭാവം മൂലം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് രാത്രി 10നും അർദ്ധരാത്രി 12നും ഇടയിൽ ജനിച്ചവരെ പറ്റിയിട്ടാണ്. ഇവരുടെ ഒരു കഴിവിൻ്റെ കാര്യത്തിൽ ഇവരൊരിക്കലും തോൽപ്പിക്കാനായിട്ട് മറ്റൊരാൾക്കാർക്ക് സാധിക്കുന്നതല്ല. ഏത് കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിഗമനത്തിലെത്താനുള്ളൊരു പ്രത്യേക കഴിവാണ് ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ പോലും ധൈര്യം കൈവിടാതിരിക്കാനും ചുറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരാനൊക്കെ ഇവർക്കൊരു പ്രത്യേക ഒരു കഴിവും അത് സാധിക്കുന്നതൊക്കെയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ കൂട്ടത്തെ സംസാരവും കഴിവും ഒക്കെ കേട്ടിരിക്കാനൊക്കെ ഏറെ താല്പര്യം പ്രകടിപ്പിക്കാറുമുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പകൽ 12 മണിക്കും അതേപോലെ തന്നെ രാത്രി 12 മണിക്കും ഇടയിൽ ജനിച്ചവരെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് കറക്റ്റ് ശരിയാണെന്നോ എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്താണെങ്കിലും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.